ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമുക്കൊരു ബൈബിൾ കഥ ശ്രവിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാം തിരുവചനം മുതലാണ് ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ സംതൃപ്തരാക്കുന്ന വചനഭാഗം നമ്മൾ കാണുന്നത്. മർക്കോസ് 6-ാം അധ്യായം. മർക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ മുതലാണ് ഈശോ 7 അപ്പം കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കുന്ന ആ കഥ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, 2 അധ്യായങ്ങളുടെ ആ ഒരു സമയപരിധിക്കുള്ളിൽ ഈശോ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഭക്ഷണം നൽകി അവരെ സംതൃപ്തരാക്കുകയും താൻ ജീവൻ്റെ അപ്പമാണെന്ന് അവരെ പഠിപ്പിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 11 നമ്മൾ കാണുന്നു, ഈശോ ഒരു വഞ്ചിയിൽ കയറി ശിഷ്യന്മാരോടൊപ്പം ദാൽമനൂത്ത എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നു. അവിടെ ഫരിസേയരുമായിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടുന്നു. അതിനുശേഷമാണ് തികച്ചും രസകരമായ ഒരു കാര്യം സംഭവിക്കുന്നത്. ഫരിസേയരുമായിട്ടുള്ള ഈ വാഗ്വാദത്തിന് ശേഷം വീണ്ടും മറ്റൊരു വഞ്ചിയിൽ കയറി അവർ മറുകരയിലേക്ക് പോകുന്നു. വഞ്ചിയിൽ വെച്ച് ശിഷ്യന്മാർ പരസ്പരം തർക്കിക്കുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. എന്താണ് പ്രശ്നം? അവർ അപ്പം എടുക്കാനായിട്ട് മറന്നുപോയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ പക്ഷം ഒരൊറ്റ അപ്പം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകി അവരെ സംതൃപ്തരാക്കിയ യേശുവിനെയും കൊണ്ട് വഞ്ചിയിൽ ആഘോഷമായിട്ട് വരുന്ന വരവാണ്. ആ വരവിൽ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ആയിരക്കണക്കിന് ആൾക്കാരുടെ വിശപ്പ് ശമിപ്പിച്ച ക്രിസ്തുനാഥൻ വഞ്ചിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അത് മറന്നിട്ട് ഒരപ്പം മാത്രമേ തങ്ങളുടെ ഒപ്പമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം വഴക്കടിക്കുവാനും തർക്കിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ഈശോനാഥൻ അവരോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങുന്നത്. മർക്കോസ് 8:17 ഈശോ അവരോട് പറയുന്നു, അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിന് തർക്കിക്കുന്നു? നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? ഈശോ അവരോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്നുമക്കളെ, ഞാൻ ഇത്രയധികം ആളുകളെ, ആയിരക്കണക്കിന് ആൾക്കാരെ അപ്പം നൽകി സംതൃപ്തരാക്കിയ കാര്യം എന്തേ നിങ്ങൾ മറന്നുപോയിരിക്കുന്നു? അതിനുശേഷം യേശു 18, 19, 20 വചനങ്ങളിൽ അക്കമിട്ട് അവരോട് ചോദിക്കുകയാണ്. ഇതാണ് ഈശോ ചോദിക്കുന്ന ചോദ്യങ്ങൾ. 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? അവരുത്തരം പറഞ്ഞു, കർത്താവേ, 12 കുട്ട. വീണ്ടും ഈശോയോട് ചോദിക്കുന്നു, 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? അവർ പറയുന്നു, കർത്താവേ, 7 കുട്ട ഞങ്ങൾ എടുത്തു. അവർ മറന്നിട്ടില്ല. എന്നിട്ട് ഈശോ അവരോട് ചോദിക്കുകയാണ് 18-ാം തിരുവചനത്തിൽ, എൻ്റെ മക്കളെ, കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അതേ പ്രിയമുള്ളവർ, ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ മറവിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എന്ന്. വിശേഷേറെ സ്നേഹമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിത വളർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള ഒരു ഗുണത്തെക്കുറിച്ചാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? അത് ഓർമ്മശക്തി. അതെ, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും, വിശ്വാസ പ്രമാണം കാണാതെ പഠിക്കുമ്പോൾ അത് വിശ്വാസമാകുന്നു, അത് പ്രഘോഷിക്കുമ്പോൾ മുട്ടിന്മേൽ നിന്ന് ജപമാല ചൊല്ലുമ്പോൾ അത് വിശ്വാസമാണ്. തീർച്ചയായിട്ടും അതൊക്കെ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ പല പല രീതികളാണ്, പല പല ശൈലികളാണ്. പക്ഷേ ആരുടെയും ഏതൊരു വ്യക്തിയുടെയും വിശ്വാസ ജീവിത വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഗുണമാണ് ഇത്. എന്ത്? ഓർമ്മശക്തി. കാണുക, കേൾക്കുക, കണ്ടതും കേട്ടതും ഓർത്തിരിക്കുക. ഓർമ്മയില്ലാതെ ആരും രക്ഷ പ്രാപിക്കുന്നില്ല എന്നാണ് പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഞാൻ കൂടുതൽ വിശദമാക്കി തരാം. നാസി വംശഹത്യയിൽ ജീവൻ പൊലിഞ്ഞവരുടെ സ്മരണാർത്ഥം ഇസ്രായേലിൽ ഒരു സ്മാരകമുണ്ട്, ഒരു സ്മൃതി മണ്ഡപം. അതിനൊരു മ്യൂസിയം എന്നും വിളിക്കാം. അതിൻ്റെ പേരാണ് യാദ് വഷേം. ഈ യാദ് വഷേമിൽ ഇംഗ്ലീഷിൽ മനോഹരമായൊരു കാര്യം ആലേഖനം ചെയ്തിട്ടുണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഫോർഗെറ്റ്ഫുൾനെസ് ലീഡ്സ് ടു എക്സൈൽ വൈൽ റിമെംബ്രൻസ് ഈസ് ദ സീക്രട്ട് ഓഫ് റിഡംഷൻ. അതെ, മറവി നമ്മെ വീണ്ടും വിപ്രവാസത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്നു. എന്നാൽ ഓർമ്മകളാകട്ടെ നമുക്ക് നിത്യരക്ഷ നേടിത്തരുന്നു. ഇതാരാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്? യഹൂദജനം. അതെ, യഹൂദജനത്തിന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. വന്ന വഴി ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. തങ്ങളുടെ രക്ഷകനും നാഥനുമായ യാഹ്വേയുടെ
ഓരോ ഇടപെടലുകളും ഒരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. എപ്പോഴൊക്കെ അവർ മറന്നിട്ടുണ്ടോ, എപ്പോഴൊക്കെ യാഹ്വേയുടെ വിസ്മയാവഹവും മഹനീയവുമായ പ്രവൃത്തികളെ അവർ വിസ്മരിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ ദൈവം അവരെയും കൈവെടിഞ്ഞിട്ടുള്ള ചരിത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ, പുറപ്പാട് യാത്രയിൽ ദൈവത്തിൻ്റെ കരുതൽ, നോഹയും അബ്രാഹവും ഇസ്ഹാക്കും മുതൽ ഉള്ള പൂർവ്വപിതാക്കന്മാരിലൂടെയൊക്കെ അല്ലെങ്കിൽ അവരുമായിട്ട് ദൈവം നടത്തിയ ഓരോ ഉടമ്പടികൾ, വിപ്രവാസം, പീഡനങ്ങൾ, പുറപ്പാട് യാത്ര, ഈ ഓരോ ഘട്ടങ്ങളും ഓരോ കഥകളും ഇസ്രായേൽ ജനം എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട്. അന്നത്തെ ഇസ്രായേൽ ജനം മാത്രമല്ല, ഇന്നുള്ള ആധുനിക യുഗത്തിലെ യഹൂദജനവും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ ദൈവം തങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾ, പൂർവ്വകാലങ്ങളിൽ ദൈവം എപ്രകാരം തങ്ങളുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ മതവിശ്വാസത്തിൽ എപ്രകാരം ദൈവം ഇടപെട്ടോ അതും ഓരോ തവണയും അവർ ഓർത്തെടുക്കുകയും, ഇനി അത് ഓർത്തെടുക്കുക മാത്രമല്ല, അത് ആഘോഷിക്കുക മാത്രമല്ല, അത് ആരാധനാ വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം യഹൂദജനത്തിന് ഇക്കാര്യം വളരെ വ്യക്തമായിട്ടറിയാം. ദൈവം അവരോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. എന്താണ്? ഓർത്തെടുക്കുക. ചരിത്രം നിങ്ങൾ ഓർത്തെടുക്കുക, ചരിത്രം നിങ്ങൾ പ്രഘോഷിക്കുക, ആ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക. ദൈവം അവരോട് പറയുന്നതാണ്. പ്രത്യേകിച്ചും പെസഹ ആചരിക്കേണ്ടത് എപ്രകാരം എന്ന നിർദ്ദേശം ദൈവം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നൽകുമ്പോൾ, അല്ലെങ്കിൽ 24-ാമത്തെ അധ്യായത്തിൽ നൽകുമ്പോൾ ദൈവം വളരെ വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്, ചരിത്രം നിങ്ങൾ ഓർത്തെടുക്കുക. പൂർവ്വകാലങ്ങളിൽ ഞാൻ എപ്രകാരമാണ് നിങ്ങളെ വഴി നടത്തിയത്, എപ്രകാരമാണ് ഞാൻ നിങ്ങളെ വിമോചിപ്പിച്ചത്, എപ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് വിജയം നേടിത്തന്നത്, അത് ഓരോ ഘട്ടത്തിലും നിങ്ങൾ മറക്കാതെ അനുസ്മരിക്കുക, ഓർത്തെടുക്കുക. ഇനി എന്താണ് പറഞ്ഞത്? പെസഹ ആഘോഷിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ചും ഈ ഓർമ്മ വളരെ അനിവാര്യമാണെന്നാണ് ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളതും ഇസ്രായേൽ ജനം മനസ്സിലാക്കിയിട്ടുള്ളതും. ഇസ്രായേൽ ജനം, അതായത് യഹൂദര് പെസഹ ആചരിക്കുമ്പോൾ ഇപ്രകാരമാണ് ആ പെസഹ ആചരണത്തിൻ്റെ ഒരു ഘടനയെന്ന് പറയുന്നത്. വെറുതെ അപ്പം മുറിച്ച് ഭക്ഷിക്കുക മാത്രമല്ല, യഹൂദ ജനത്തിൻ്റെ ഓരോ ഭവനത്തിലും വൈകുന്നേരം പെസഹായുടെ സായന്തനത്തിൽ അവർ ഒരുമിച്ച് കൂടി അപ്പനും മക്കളും കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സമ്മേളിക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകൻ, ഇളയതാരോ ആ വ്യക്തി സ്വന്തം പിതാവിനോട് പ്രകാരം ചോദിക്കും, പിതാവേ അല്ലെങ്കിൽ അപ്പ, എന്തുകൊണ്ടാണ് ഈ രാത്രി, അതായത് പെസഹായുടെ ഈ രാത്രി മറ്റ് രാത്രികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത്? അതെ, പെസഹ ആചരണത്തിൻ്റെ, യഹൂദരുടെ പെസഹ ആചരണത്തിൻ്റെ ഒരു ഘടനയാണിത്, അല്ലെങ്കിൽ ആ ആചരണത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചടങ്ങാണിത്. മകൻ അപ്പനോട് ചോദിക്കുന്നു, അപ്പച്ച, എന്തുകൊണ്ടാണ് ഈ രാത്രി മറ്റ് രാത്രികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കുന്നതെന്ന്. അപ്പോൾ അപ്പൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അപ്പൻ 4 ഘട്ടങ്ങളായിട്ട് 4 ഉത്തരങ്ങൾ അവന് നൽകും. നമ്മൾ ഈജിപ്തിൽ ദൈവം മോചിപ്പിച്ചു കൊണ്ടുവന്നു, നമ്മളോട് പെസഹ ആചരിക്കുവാനായിട്ട് പറഞ്ഞു, ഓരോ കഥകളും അനുസ്മരിക്കുന്നു. കണ്ടോ, കഥകളാണ്, ഓർമ്മകളാണ് പെസഹ ആചരണത്തിൻ്റെ ആധാരം അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഓർമ്മകളില്ലാതെ, ദൈവം തങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സ്മരണയില്ലാതെ രക്ഷ നേടുവാൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ ജനത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് പെസഹ ആചരിക്കുമ്പോൾ അവർ നടത്തിയിരുന്ന ഈ ചടങ്ങ്, അതിനെ നമ്മൾ വിളിക്കുന്നത് ഹഗ്ഗദ എന്നാണ്. ഹഗ്ഗദയുടെ അർത്ഥം വിവരണം അല്ലെങ്കിൽ ആഖ്യാനം എന്നാണ്. ഒരാഖ്യാനത്തിലൂടെ, വിവരണത്തിലൂടെ ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങളെ അവർ ഓർത്തെടുക്കുകയും ആഘോഷിക്കുകയും ആ അനുഭവങ്ങളെ ആരാധനാ വിഷയമാക്കി മാറ്റുകയും അവർ ചെയ്തിരുന്നു. അതാണ് പുറപ്പാട് യാത്രയും പെസഹായും ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വീണ്ടും സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇതേ കാര്യം അവിടെയും വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും 105-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവിടുന്ന് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. കണ്ടോ, ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷ നേടുവാൻ മറവി ഒരു വലിയ തടസ്സം തന്നെയാണ്. രക്ഷ നേടുവാൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം ദൈവം ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓരോ ഘട്ടത്തിലും, നമ്മുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും, ഓരോ മണിക്കൂറിലും ഓർത്തെടുക്കുക എന്നുള്ളതാണ്. 114-ാം സങ്കീർത്തനം എന്ന് വായിക്കുമ്പോൾ അതിൻ്റെ ഓരോ വചനങ്ങളും ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്നും ദൈവം ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ അനുസ്മരണമാണ്. ഒരു അനുസ്മരണ കാവ്യമാണ് 114-ാം സങ്കീർത്തനം. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകൾ രക്ഷയിലേക്ക് നയിക്കുന്നു,
വെറുതെ അവരെ ഓർത്തെടുക്കുകയല്ല, അവരോർക്കുകയും ആ ഓർമ്മകളെ ആഘോഷമാക്കി മാറ്റുകയും പെസഹാവിലുള്ള ആഘോഷമാക്കി മാറ്റുകയും ആ ആഘോഷത്തിലൂടെ ദൈവത്തെ അവർ ആരാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സ്നേഹമുള്ളവരെ, ഓർമ്മകൾ നമുക്ക് വളരെ അനിവാര്യമാണ്. രക്ഷ നേടുവാൻ ഓർമ്മ, മെമ്മറീസ്, റിമംബറൻസ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓർത്തെടുക്കൽ എന്ന് പറയുന്നത് പഴയ ഇസ്രായേലിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ. പുതിയ ഇസ്രായേലായ തിരുസഭാ മക്കളായ നമ്മൾ ഓരോരുത്തരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഓർക്കുവിൻ, ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുവിൻ. രക്ഷാകര ചരിത്രത്തിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുവിൻ. അവിടുന്ന് സ്വയം വെളിപ്പെടുത്തിയതിനെ ഓർത്തെടുക്കുവിൻ. കർത്താവ് അരുളി ചെയ്ത ഓരോ ഉപമകൾ നിങ്ങൾ ഓർക്കുവിൻ. അവിടുത്തെ ഓരോ അത്ഭുതങ്ങൾ ഓർത്തെടുക്കുവിൻ. അവിടുത്തെ പീഡാസഹനങ്ങൾ ഓരോ നിമിഷവും അനുസ്മരിക്കുവിൻ. അവിടുത്തെ കുരിശുമരണം, മകനെ മകളെ നീ ഓർത്തെടുക്കുവിൻ. അതുമാത്രമല്ല, യേശുവിൻ്റെ തിരുവുത്ഥാനം, അതും നാം ഓരോരുത്തരും ഓർത്തെടുക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്, തിരുസഭ മാതാവ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മിൽ ഭൂരിഭാഗം പേർക്കും ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മെ വേട്ടയാടുന്ന അനുഭവങ്ങളാണ്, അല്ലേ? ആർക്കാ ഇത്ര വലിയ ആഗ്രഹം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കണമെന്ന്, അല്ലേ? എന്തെല്ലാം വേദനകളിലൂടെ, എന്തെല്ലാം ദുഃഖങ്ങളിലൂടെ, എന്തെല്ലാം തകർച്ചകളിലൂടെ, മുറിവേൽപ്പിക്കുന്ന ഓരോ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു വന്നിട്ട് ഇപ്പോൾ ഇതാ ഈ വചനത്തിൽ നമ്മൾ കേൾക്കുന്നു, എല്ലാം ഓർത്തെടുക്കണമെന്ന്. ആരാണ് ഇതൊക്കെ ആഗ്രഹിക്കുന്നത്? നമ്മിൽ പലരും പലതും മറക്കുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പല ഓർമ്മകളും നമ്മളെ വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുന്നവയാണ്. പിന്നീട് എന്താണ് ഓർമ്മകൾക്കുള്ള പ്രസക്തി? എന്താണ് ഓർത്തെടുക്കണമെന്ന് വചനം നിഷ്കർഷിക്കുന്നത്? മാത്രമല്ല, ഇന്ന് പല മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇപ്രകാരമാണ്: നമുക്ക് ശരിക്കും സൗഖ്യം കിട്ടണമെങ്കിൽ, ശാരീരികവും മാനസികവുമായിട്ടുള്ള സൗഖ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പല കാര്യങ്ങളും മറന്നേ മതിയാവും. എല്ലാം ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ പലരും പല രോഗങ്ങൾക്കും അടിമകളാകുന്നതെന്ന് മനഃശാസ്ത്രം പറയുന്നതിലും കാര്യമുണ്ട്. ഇനി അതുമാത്രമല്ല, ഏഷ്യാ പ്രവചനത്തിൻ്റെ 43 അധ്യായം 18, 19 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എന്താണെന്നോ? കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഞാനിതാ പുതിയ കാര്യം ചെയ്യുന്നു. അപ്പോൾ നോക്കിക്കേ, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു എല്ലാ കാര്യവും മറന്നു കളയണമെന്ന്. ഏഷ്യാ പ്രവചനത്തിൻ്റെ 43 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കരുത്, അതത്ര നല്ലതല്ല, ആരോഗ്യത്തിന് നല്ലതല്ല എന്നാണ് ഏഷ്യായി പറയുന്നത്. പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞു, പെസഹ ആചരണത്തിൽ അല്ലെങ്കിൽ ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുന്നു, ഓർത്തിരിക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ് എപ്പോഴും വേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു വൈരുദ്ധ്യം നമ്മൾ കാണുന്നത്? സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ബിബ്ലിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ, ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മുറിവുകളോ നമ്മുടെ ശത്രുക്കളെക്കുറിച്ചുള്ള ചിന്തകളോ നാം ഏറ്റ ക്ഷതങ്ങൾ ഇങ്ങനെ ഓർത്തോർത്ത് വിലപിക്കുന്നതും അല്ല. അതിനെയല്ല ഓർമ്മകൾ എന്ന് പറയുന്നത്. ഓർമ്മകളെല്ലാം ദൈവത്തിൻ്റെ അനുകമ്പയെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ കരുണ, അതാണ് ഓരോ അത്ഭുത പ്രവൃത്തികളിലൂടെയും നമ്മൾ ഓർത്തെടുക്കേണ്ടത്. യേശു അപ്പം വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ അത്ഭുതമല്ല നമ്മൾ ശരിക്കും ഓർത്തെടുക്കേണ്ടത്. ആ അത്ഭുതം, ആ കഥയിലൂടെ നമ്മൾ ഓർത്തെടുക്കേണ്ടത് യേശുവിൻ്റെ അനുകമ്പയാണ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാം. അതായത് ഓരോ അത്ഭുതങ്ങളിലൂടെയും ഈശോ അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവിടുത്തെ അനുകമ്പ ഓർത്തെടുക്കുക എന്നുള്ള വസ്തുതയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട്. നമ്മൾ ഈ വചന സന്ദേശം ആരംഭിച്ചപ്പോൾ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായവും 8-ാം അധ്യായവും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. അവിടെ നമ്മൾ കണ്ടത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ആ 2 കഥകളായിരുന്നു, 6-ാം അധ്യായത്തിലും 8-ാമത്തെ അധ്യായത്തിലും. 6-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അവൻ കരയ്ക്കിറക്കിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു, അവരോട് അവന് അനുകമ്പ തോന്നി. കണ്ടോ, യേശുവിന് ആ ജനത്തോട് അനുകമ്പ തോന്നി. അപ്പോഴാണ് ഈശോയ്ക്ക് തോന്നുന്നത് ഈ ജനം വിശന്നിരിക്കുകയാണ്, അവർക്ക് ഭക്ഷണം നൽകണമെന്ന്. 5 അപ്പം 5000 പേർക്ക് നൽകിയ ആ വലിയ അത്ഭുതത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുകമ്പയാണ്. യേശുവിന് തൻ്റെ ജനത്തോട് അനുകമ്പ തോന്നി. അതുകൊണ്ടാണ് ഈശോ ആ അപ്പം വർദ്ധിപ്പിച്ച് അവർക്ക് ഭക്ഷണമായിട്ട് നൽകുന്നത്. വീണ്ടും 8-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ, മർക്കോസ് 8:2, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു, ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്,
അവർക്ക് ഭക്ഷണമില്ല. അതിനുശേഷമാണ് ഈശോ 7 അപ്പം കൊണ്ട് 4000 പേർക്ക് ഭക്ഷണം നൽകുന്നതും അവരെ സംതൃപ്തരാക്കുന്നതും 7 കുട്ട നിറയെ അപ്പങ്ങൾ വീണ്ടും ശേഖരിക്കുന്നതും. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ അത്ഭുതങ്ങളുടെയൊക്കെ പശ്ചാത്തലം, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുകമ്പയാണ്. അപ്പോൾ അവർ വഞ്ചിയിൽ വരുന്ന ആ അവസരത്തിൽ ഈശോ ശിഷ്യന്മാരെ അല്പം ശകാരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എന്താണ് സ്ലീഹന്മാർ മറന്നുപോയെന്നറിയാമോ? യേശുവിൻ്റെ അനുകമ്പ. അത്ഭുതം നീ കണ്ടില്ലേ, അത്ഭുതം നീ കേട്ടില്ലേ, ആ അത്ഭുതം നീ എന്ത് ഓർത്തെടുക്കാത്തത് എന്നല്ല ഈശോ ചോദിക്കുന്നത്. അതിന് പകരം ഈശോ അവരോട് ചോദിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്, എൻ്റെ അനുകമ്പ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എൻ്റെ മക്കളെ? ഞാൻ നിങ്ങളോടുകൂടി ഈ വഞ്ചിയിലുണ്ട്, ഈ വഞ്ചിയിൽ ഞാൻ നിങ്ങളോട് സഞ്ചരിക്കുന്നു, ജീവൻ്റെ അപ്പമായി ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, അനുകമ്പാലുവായി ഞാൻ നിങ്ങളോടൊപ്പമാണ്, കരുണാർദ്രമായ എൻ്റെ ഹൃദയം ഈ വഞ്ചിയിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ സത്യം ഓർമ്മിക്കുന്നില്ലേ എന്നാണ് ഈശോ അവരോട് ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും ഓർത്തെടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ അനുകമ്പ അത് നമ്മൾ മറക്കരുത്, ദൈവത്തിൻ്റെ കരുണ അത് നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവം പ്രവർത്തിച്ച വിസ്മയാവഹങ്ങളായ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും, നിങ്ങളോട് കാരുണ്യം കാണിക്കുകയും കർത്താവ് നിങ്ങളെ ചിതറിച്ചിരുന്ന സകല ജനതകളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് പുറപ്പാട് യാത്രയിൽ ദൈവം എന്തുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു ഉത്തരമാണ്. എന്താണ് ഉത്തരം? കരുണ, ദൈവത്തിൻ്റെ കരുണ. നമുക്കറിയാം, പുറപ്പാട് യാത്രയിൽ നിരവധി അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജനം അത് ഓർത്ത് ആഘോഷിക്കുകയും അതിനെ ആരാധന വിഷയമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്താണ് പുറപ്പാട് യാത്രയിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങൾ? കടല് 2ആയി പിളർന്നു, അല്ലേ? ആ കടല് 2ആയി പിളർന്നപ്പോൾ ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള അനുകമ്പയാണ് അവിടെ പ്രകടമായിട്ട് കണ്ടത്. ദൈവം കാടപ്പക്ഷി അവർക്ക് ഭക്ഷണമായിട്ട് നൽകി, മന്ന അവർക്ക് ഭക്ഷണമായിട്ട് നൽകി, പാറയിൽ നിന്ന് ജലം നൽകി. ഈ ഭക്ഷണവും ജലവും നൽകിയപ്പോഴൊക്കെയും അവിടെ അതൊരു മഹാത്ഭുതമായിട്ട് ചിത്രീകരിക്കപ്പെടുകയല്ല ചെയ്തത്. ജനം തിരിച്ചറിയുന്നു, ദൈവത്തിന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് കരുണ കാണിക്കാൻ അറിയാം, ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ മേൽ അനുകമ്പ തോന്നുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവം ഈ പുറപ്പാട് യാത്ര മധ്യേ പകല് മേഘസ്തംഭമായിട്ട് അവരുടെ കൂടെ പോകുന്നുണ്ട്, രാത്രിയിലോ അഗ്നിനാളമായിട്ട് അഗ്നിസ്തംഭമായിട്ട് അവരുടെ മധ്യത്തിൽ നിലകൊള്ളുന്നുണ്ട്. ഈ 2 അത്ഭുതങ്ങൾ നടക്കുമ്പോഴും ജനം മനസ്സിലാക്കുന്നു, ദൈവത്തിന് ഞങ്ങളുടെ മേൽ വലിയ അനുകമ്പയുണ്ട്, ദൈവം കരുണാമയനാണ്, ദൈവത്തിന് ഞങ്ങളോട് വലിയ സ്നേഹമുണ്ട് എന്ന്. വിശേലേറെ സ്നേഹമുള്ളവരെ, ഓർത്തെടുക്കുവിൻ, ഓർക്കുവിൻ, അനുസ്മരിക്കുവിൻ, ഇതൊക്കെയാണ് ദൈവം നമ്മളോട് പറയുന്നത്. എന്താണ് അനുസ്മരിക്കേണ്ടത് നമുക്ക് മനസ്സിലായി, എന്താണ് ആഘോഷിക്കേണ്ടത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, എന്താണ് ആരാധന വിഷയമാക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ്? ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ കരുണ. അപ്പോൾ ചരിത്രം ഓർത്തെടുക്കുമ്പോൾ, വന്ന വഴിയിലേക്ക് നമ്മൾ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ, പ്രത്യേകിച്ചും രക്ഷാകര ചരിത്രത്തിലേക്ക് നമ്മൾ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ദൈവം കരുണാർദ്ര ഹൃദയനാണ്. ദൈവത്തിന് നമ്മളോട് എന്തെന്നില്ലാത്ത അനുകമ്പയും വാത്സല്യവുമുണ്ട്. പുതിയ നിയമത്തിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ കരുണ വ്യക്തമാകുന്ന നിരവധി എപ്പിസോഡുകളുണ്ട്, അല്ലേ? ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ യേശു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ അത്ഭുതങ്ങൾ, യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ കുരിശുമരണം, ഇവിടെയൊക്കെയും യേശുവിന് അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിന് മനുഷ്യരാശിയോടുള്ള വലിയ സ്നേഹവും അനുകമ്പയും കരുണയുമാണ് പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്ത്യാത്താഴവേളയിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ, ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. അനുസ്മരണം ആവശ്യമാണ്. രക്ഷാകര ചരിത്രത്തിന് അനുസ്മരണം ആവശ്യമാണ്. പഴയ നിയമ ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നമുക്ക് ആരാധിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് മനസ്സ് നിറഞ്ഞ് ആരാധിക്കാൻ സാധിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, നമുക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ മറവിയാണ്. ആ കഥകളൊക്കെയും
രക്ഷാകര ചരിത്രത്തിലെ ഓരോ എപ്പിസോഡുകളും നമ്മൾ മറന്നു പോകുന്നു എന്നതാണ്. അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത്, എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യുവിൻ. ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം അനംനേസിസ് എന്നുള്ളതാണ്. ഞാൻ ആവർത്തിക്കുന്നു, അനംനേസിസ്. അനംനേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളുടെ ഒരു അനുസ്മരണമാണ്. വെറുതെ അനുസ്മരിക്കുക മാത്രമല്ല, പഴയ കാര്യങ്ങളെ ഓർത്തെടുത്ത് അനുസ്മരിച്ച് അതിനെ പ്രഘോഷിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ അനംനേസിസ് ആയിട്ട് മാറുന്നത്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു അനംനേസിസ് ആണ്. രക്ഷാകര ചരിത്രം മുഴുവൻ, ഏറെ പ്രത്യേകിച്ച് യേശുനാഥൻ്റെ ചരിത്രം മുഴുവൻ, ജീവചരിത്രം മുഴുവൻ, സുവിശേഷത്തിലെ കഥകൾ മുഴുവൻ വളരെ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഓർത്ത് അനുസ്മരിക്കുന്നു. അതിനെ നമ്മൾ അനംനേസിസ് എന്ന് പറയുന്നു. ഈ അനംനേസിസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഓർത്തെടുക്കൽ മാത്രമല്ല, ഒരു പ്രഘോഷണവും കൂടിയാണ്. സീറോ മലബാർ കുർബാനക്രമത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വാക്യങ്ങൾക്ക് ശേഷം അനംനേസിസ് എന്ന ശീർഷകത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇപ്രകാരമാണ്: യേശുവിൻ്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം എന്നീ മഹനീയവും വിസ്മയാവഹവും രക്ഷാകരവുമായ രഹസ്യങ്ങളുടെ അനുസ്മരണം. ഇതാണ് ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ പൂർണ്ണമായിട്ടുമുള്ള ഒരു ഉള്ളടക്കമാണിത്. വന്ന വഴി മറക്കാതെ രക്ഷാകര രഹസ്യത്തിൽ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ച വലിയ കാര്യങ്ങളെ ഓർത്തെടുത്ത് പ്രഘോഷിക്കുക. അതിനെയാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ പെസഹ എന്ന് നമ്മൾ വിളിക്കുന്ന ഇതാണ്. അപ്പോൾ പഴയ നിയമത്തിലെ കാലഘട്ടത്തിൽ ജനത്തോട് ദൈവം പറയുന്നു, പെസഹ ആചരിക്കുക, ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർക്കുവിൻ. പുതിയ നിയമത്തിലെ ജനങ്ങളായ നമ്മളോട് ഈശോ പറയുന്നു, ഇത് നിങ്ങൾ യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ കുരിശുമരണം, അതൊക്കെയും വിശുദ്ധ ബലിയിൽ അനുസ്മരിക്കുക, അതൊക്കെയും പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റുകയും ചെയ്യുക. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, രക്ഷാകര രഹസ്യങ്ങളുടെ അനംനേസിസ് മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ, നമ്മുടെ എളിയ ജീവിതത്തിൽ ദൈവം എപ്രകാരം ഇടപെടുന്നു എന്നതിൻ്റെ അനംനേസിസ് അല്ലെങ്കിൽ അനുസ്മരണവും ആവശ്യമല്ലേ? തീർച്ചയായിട്ടും. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും വലിയ ആകുലതകളിലൂടെയൊക്കെ കടന്നു പോകുമേ. വലിയ ടെൻഷനാണ് എല്ലാവർക്കും ഈ കാലഘട്ടങ്ങളിൽ. ദൈവം എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഇടപെടുമോ? നാളെ അഡ്മിഷൻ കിട്ടുമോ? എന്തെങ്കിലും വലിയ വലിയ പദ്ധതിയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നടക്കുമോ? എപ്പോഴും നമുക്ക് ആകുലതയാണ്, എന്തെന്നില്ലാത്ത ടെൻഷനാണ് ഇന്ന് പലപ്പോഴും പല വ്യക്തികൾക്കും. കുറച്ച് നാൾക്ക് മുൻപ് എന്നോട് ഒരു മാതാപിതാക്കൾ എൻ്റെ അടുത്തുനിന്നൊരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അവരുടെ മകൻ BA പഠിക്കുകയാണ്, ഇന്ത്യയിലെ നല്ലൊരു പ്രസിദ്ധമായൊരു കോളേജിൽ. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൻ്റെ എന്തോ യൂണിറ്റ് ടെസ്റ്റോ ചെറിയ എന്തോ ഒരു പരീക്ഷയാണ്. അച്ഛൻ പ്രാർത്ഥിക്കണം, കൊച്ചു ജയിക്കുമോ ഇല്ലയോ, നല്ല മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ചെറിയ അനംനേസിസ് നടത്തി. എനിക്ക് ആ കുടുംബത്തെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഈ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്പം ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉഴപ്പൊക്കെ വിട്ട് ആ മാതാപിതാക്കളുടെ പ്രാർത്ഥന വഴിയായിട്ട് അവൻ നല്ല ഗ്രേഡോടുകൂടി 10ാം ക്ലാസ് പാസ്സായി. നോക്കുക, ദൈവം ആ കുടുംബത്തോട് കരുണ കാണിച്ചു. അതിനുശേഷം +2-നും അല്പസ്വല്പം ഉഴപ്പൊക്കെ ഉണ്ടായിരുന്നു. പഠിക്കുവാൻ മിടുക്കനായിരുന്നെങ്കിലും അവന് അല്പം ഉഴപ്പിയിട്ട് മാർക്കൊക്കെ കുറവായിരുന്നു. പക്ഷേ +2-ൻ്റെ അവസാനം റിസൾട്ട് വന്നപ്പോൾ ദൈവം വീണ്ടും ആ കുടുംബത്തോട്, ആ മാതാപിതാക്കളോട്, മകനോട് കരുണ കാണിച്ചു. പിന്നെ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്, ഡിഗ്രിക്ക് പഠിക്കാനായിട്ട്. ഞങ്ങളൊക്കെ വീണ്ടും പ്രാർത്ഥിച്ചു. നല്ല കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടി. നോക്കുക, ആ വന്ന വഴിയും നോക്കിക്കേ, യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ അനുകമ്പ ആ കുടുംബത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു നല്ല അനംനേസിസ് നടത്തുകയാണെങ്കിൽ, നല്ലൊരു അനുസ്മരണം നടത്തുകയാണെങ്കിലും അവർക്ക് മനസ്സിലാക്കും, ഇപ്പോഴത്തെ ഈ പരീക്ഷയൊന്നും ഒന്നുമല്ല. കാരണം എൻ്റെ ദൈവം, ഞങ്ങളുടെ മകനെ ഈ കാലമത്രയും കരം പിടിച്ച് നടത്തിയിട്ടുണ്ട്, കൃപകൾ വർഷിച്ചിട്ടുണ്ട്. ദൈവം വിസ്മയാവഹങ്ങളായ പ്രവൃത്തികൾ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മറന്നു പോകുമ്പോഴാണ് നമുക്ക് ആകുലതകൾ ഉണ്ടാകുന്നത്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നുണ്ട് പലപ്പോഴും, അല്ലേ? പെട്ടെന്ന് അങ്ങോട്ട് തളർന്നു പോകും. നാളെക്കുറിച്ചുള്ള ആകുലത നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നം പോലെ തളം കെട്ടി നിൽക്കും. നാളെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമോ എന്നുള്ളൊരു ചോദ്യം. അതിന് ഉത്തരമൊന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും ദൈവം ഇടപെടും. കാരണം നിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലോ പ്രതിസന്ധി ഉണ്ടാകുന്നത്. പഴയ കാലങ്ങളിലേക്കുറിച്ചും ചിന്തിച്ച് നോക്കിക്കേ. പഴയ കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ വലിയ തടസ്സങ്ങളുണ്ടായപ്പോൾ, പ്രതിസന്ധികളുണ്ടായപ്പോൾ എൻ്റെ ഈശോയുടെ അനുകമ്പ ഒന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. ഓരോ തവണയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നപ്പോൾ എൻ്റെ ഈശോ ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അത് മറന്നു പോകുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമാണല്ലേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത്. ഓർമ്മ വളരെ അനിവാര്യമാണ്.
ചിലപ്പോഴൊക്കെ ചില ഇടവകളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ എന്ന് പറയാച്ചാൽ ഒന്ന് കുർബാന ചൊല്ലണം. എന്തിനു വേണ്ടിയിട്ട് കുർബാന? നിയോഗം എന്താണ്? ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതയുടെ ഒരു ബലി അച്ഛൻ ചൊല്ലി പ്രാർത്ഥിക്കണം. വലിയ സന്തോഷമാണ് അത്തരത്തിലുള്ള നിയോഗങ്ങൾ കേൾക്കുവാനായിട്ട്. കൃതജ്ഞതയുടെ ഒരു ബലി. എന്താണ് കൃതജ്ഞതാ ബലികൾക്കുള്ള പ്രസക്തി എന്നറിയാമോ? 2 തരത്തിലുള്ള അനംനേസിസ് നടത്തുവാനായിട്ട്, 2 തരത്തിലുള്ള അനുസ്മരണം നടത്തുവാനായിട്ട് അത് നമ്മളെ സഹായിക്കും. 1, രക്ഷാകര ചരിത്രത്തിൻ്റെ അനുസ്മരണം. 2, നമ്മുടെ എളിയ ജീവിതത്തിലെ ഓരോ എപ്പിസോഡുകളുടെ അനുസ്മരണം, ദൈവത്തിൻ്റെ കൃപകളെ ഓർത്തുകൊണ്ട്. അതുകൊണ്ട് നിശ്ചയിലേറെ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് നന്ദിയോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.